വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കൂടുതൽ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. കത്തിൽ പരാമർശിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. IC ബാലകൃഷ്ണനെതിരെയും കേസെടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ബത്തേരി ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്ററും ചെയ്തു. അമ്പലവയൽ സ്വദേശി ഷാജിയുടെ പരാതിയിലാണ് പുതിയ കേസ്. മകന് ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ വാങ്ങി എന്നതാണ് കേസ്. അർജുൻ PS വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഒന്ന് പോലീസ് നടപടി കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. അത് ഏതെല്ലാം വിധത്തിൽ? അടുത്തത്, ബത്തേരി ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിന്റെ വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഈ KPCCയുടെ ഒരു ഉപസമിതി ഈ NM വിജയന്റെ ആത്മഹത്യയുടെ NM വിജയന്റെ വീട്ടിലെത്തുകയും ബന്ധുക്കളെ അനുനയിപ്പിക്കുകയും ചെയ്തത്. അതിൽ ഈ കോൺഗ്രസ് നേതൃത്വം വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും പോലീസ് നടപടി ഇപ്പോഴും തുടരുകയാണ്. അതായത് NM വിജയന്റെ കത്തിൽ, അതായത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ഒരു കേസിൽ ഈ കേസിൽ കക്ഷി ചേർക്കാൻ വേണ്ടി ഈ പോലീസ് ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികളാക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അത്തരത്തിൽ ഈ ഒരു കത്തിൽ ഉൾപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഇത്തരത്തിൽ പ്രതി ചേർക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ IC ബാലകൃഷ്ണൻ, MLA IC ബാലകൃഷ്ണൻ അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് അല്ലേ അർജുൻ? ഏറ്റവും പുതിയ വാർത്താ വിവരം അതാണ്. തീർച്ചയായും ഇപ്പോഴാണ് നമുക്ക് ആ വിവരം കിട്ടുന്നത്. ഇത്തരത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് ഉൾപ്പെടുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കത്തിൽ ഉൾപ്പെട്ട എല്ലാ ആളുകളെയും ഇത്തരത്തിൽ ഈ ഒരു ആത്മഹത്യാ കുറ്റം, പ്രേരണ കുറ്റം ചുമത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരെ ഉൾപ്പെടെ ഇതിൽ കക്ഷി ചേർക്കുവാൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതി ചേർക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാൽ തന്നെയും ഇപ്പോൾ ആ കേസ് മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസ് കൂടുതൽ കുരുക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. MLA കൂടി പ്രതി ചേർത്തൊരു സാഹചര്യമുണ്ടല്ലോ. ഇനി എങ്ങനെയാണ് ഇത് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അർജുൻ? കഴിഞ്ഞ ദിവസം KPCC ഉപസമിതിയൊക്കെ വന്ന് ഈ കുടുംബാംഗങ്ങളുമായിട്ട് ഒരു അനുനയ നീക്കം നടത്തിയിരുന്നതാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കുടുംബത്തിന്റെ അടുത്തെത്തി അനുനയ നീക്കമൊക്കെ നടത്തി. അവരെ കൊണ്ട് കൃത്യമായി തന്നെ അനുരഞ്ജനം നടത്തി എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. കാരണം കുടുംബത്തിലെ ആ മകൻ അടക്കം നമ്മളോട് സംസാരിച്ചതാണ്. തനിക്ക് ഇപ്പോൾ വിശ്വാസമുണ്ട്, പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്നുള്ളതടക്കം പറയുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസ് ഇതുവരെയും യാതൊരു വിധത്തിലുള്ള നടപടിയും ഇവർക്കെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അപ്പോൾ നമ്മൾ ഇനി നോക്കിക്കാണേണ്ടത് IC ബാലകൃഷ്ണൻ MLAക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ, ഏത് രീതിയിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക? IC ബാലകൃഷ്ണന്റെ MLA സ്ഥാനം തെറിക്കുമോ, അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ഒരു ചർച്ച കൂടി ഇനി തുടരേണ്ടതുണ്ട്. ആ രീതിയിലേക്കായിരിക്കും ഇനി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആവശ്യങ്ങൾ ഉന്നയിക്കുക. നേരത്തെ തന്നെ കോൺഗ്രസ് പറഞ്ഞത് ഈ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ, IC ബാലകൃഷ്ണൻ കുറ്റക്കാരനാണെങ്കിൽ ഏത് വിധേനയും നടപടിയെടുക്കും, കൃത്യമായ നടപടി എടുക്കുമെന്നാണ് പാർട്ടി ഉറപ്പ് നൽകിയത്. ഇപ്പോഴിതാ നടപടി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറെ പരിശോധിക്കേണ്ടത്. പക്ഷേ നേതൃത്വത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അടിപിടി കൂടുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതായത് ഒരു സ്ഥലത്ത് KPCC പ്രസിഡന്റ് പറയുന്നു, സ്വാഭാവികമായിട്ടും കത്തിൽ പറയുന്നത് ശരിയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കും, കാര്യങ്ങളൊക്കെ ശരിയായ വഴിയിൽ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ ചെന്നിത്തല പറയുന്നത് ഒരു കാരണവശാലും MLA IC ബാലകൃഷ്ണൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ VD സതീശൻ ആവട്ടെ രണ്ട് ഭാഗത്ത് നിൽക്കാതെ ന്യൂട്രലായി അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രം പറയുന്നു. അങ്ങനെയെങ്കിൽ നേതൃത്വത്തിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ, ഈ കേസിൽ വിഭിന്ന ND അപ്പച്ചനെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ജില്ലാ MP കൂടി, അല്ലെങ്കിൽ മുൻ MP ഉൾപ്പെടെയുള്ളവർ കൂടി ഇതിന് മറുപടി പറയേണ്ടി വരുമോ അർജുൻ? കാരണം ഈ കുടുംബാംഗങ്ങളുടെ കത്ത് ഇവർക്ക് കൂടി ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെ നിരവധി പേര് ഇതിൽ മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി, അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ആളുകൾക്കടക്കം ഈ കത്ത് അയച്ചിട്ടുണ്ട്. K സുധാകരൻ അടക്കം, അതായത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K സുധാകരൻ അടക്കം ഈ കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കത്തിൽ എന്താണെന്ന് കൂടി വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്ന് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വീട്ടിലൊരു കത്തുണ്ട്, പക്ഷെ താൻ അത് നോക്കിയിട്ടില്ല, താൻ അത് എന്താണെന്ന് നോക്കിയിട്ടില്ല, വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ KPCC പ്രസിഡന്റ് അന്ന്
ഈ പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള പ്രതികരണം ഈ കോൺഗ്രസ് നേതാക്കളുടെ പക്കൽ നിന്നുണ്ടാവുക എന്നുള്ളത് കൂടി കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാൽ തന്നെയും ഇപ്പോൾ ആ നടപടി ഉണ്ടായിരിക്കുന്നു. ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു DCC പ്രസിഡന്റും. അതുപോലെ തന്നെ ഇത്തരത്തിൽ MLA ആണ് IC ബാലകൃഷ്ണനെതിരെ അടക്കം ഇപ്പോൾ കേസ് ചുമത്തിയിരിക്കുന്നു. ഇനി ഏത് രീതിയിലാണ് കേസ് പോവുക? IC ബാലകൃഷ്ണൻ MLA ആയതുകൊണ്ട് തന്നെ അതിന്റെ മറ്റ് പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടി തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ കേസ് മാറുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അനുരഞ്ജന ചർച്ച വെറുതെ ആയി പോകുമോ എന്നുള്ള ഒരു സംശയം കൂടി നമുക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന കോൺഗ്രസ് നേതാക്കൾ കൂടി, അതായത് നിൽക്കക്കള്ളിയില്ലാതെ വേറെ വഴിയില്ലാതെ ഇത്രയും വിവാദമായതിന് ശേഷമാണ് കുടുംബാംഗങ്ങളെ കാണാൻ കൂടിയും ഈ KPCC നേതാക്കളൊക്കെ തയ്യാറായത് എന്ന വസ്തുത നമുക്ക് മുമ്പിലുണ്ട്. ഈ കേസിൽ എന്തായാലും കോൺഗ്രസിന്റെ MLA ഉൾപ്പെടെയുള്ളവർ പ്രതി ചേർക്കപ്പെടുമെന്ന് KPCC ഭയന്നിരുന്നു എന്ന് വേണോ കരുതാൻ അർജുൻ? അത്തരത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കത്ത് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീട്ടിലെത്തിയിരുന്നു. കുറച്ച് നേതാക്കൾ വീട്ടിലെത്തിയിരുന്നു. അത് അവരുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞതാണ്. വീട്ടിലെത്തിക്കും, അതുപോലെ തന്നെ തങ്ങളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെന്ന്, അല്ലെങ്കിൽ തങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് നേരത്തെ തന്നെ ബന്ധുക്കൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും കുടുംബം ഇവരുടെ കൂടെ നിന്നില്ല. അന്ന് തന്നെ വന്നിവർ എന്തെങ്കിലും കത്തുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷിച്ചുവെന്ന് ഇവരുടെ ബന്ധുക്കൾ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഇവർ അതിന് തയ്യാറായില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു നിയമന കോഴ വിവാദം അടക്കം ഈ ആത്മഹത്യയുമായി സംബന്ധിച്ചാണ് പിന്നീട് ബത്തേരി അർബൻ ബാങ്കിലും മറ്റു ബാങ്കുകളുമായി നിയമന കോഴ വിവാദവും വന്നത്. ആ നിയമന കോഴ വിഭാഗത്തിലാണ് ഇപ്പോൾ പ്രധാനമായും വലിയ രീതിയിലുള്ള മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നത്. ആ നിയമന കോഴ വിവാദം കൂടി വന്നതോടെ കൂടുതൽ നേതാക്കൾ അത് ഉൾപ്പെടാൻ തുടങ്ങുന്നതോടു കൂടിയാണ് KPCC ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും തുടർന്ന് ഇതെല്ലാം കൂടി അന്വേഷിക്കുവാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി നിർത്തിക്കൊണ്ട് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും അന്വേഷണ കമ്മീഷനെ വയനാട്ടിൽ അയക്കുകയും ചെയ്തത്. തുടർന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വലിയൊരു കുരുക്കിലേക്ക് പോകും, അല്ലെങ്കിൽ തങ്ങൾക്ക് അഴിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കുരുക്കിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുടുംബത്തെ കാണുവാൻ ഇത്തരത്തിൽ നേതാക്കളെ ഈ KPCC വിട്ടിരിക്കുന്നത്. പക്ഷേ അത് കുറച്ച് വൈകിപ്പോയി എന്ന് വേണം നമുക്ക് പറയാൻ. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം നേതാക്കളെല്ലാം ഈ കുടുംബത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. VD സതീശൻ പറഞ്ഞത് മകൻ, അതായത് ഈ ഇപ്പോഴുള്ള ഈ മരണപ്പെട്ട NM വിജയന്റെ മകൻ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിലുള്ള പരാമർശമാണ് VD സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. പക്ഷേ ഏത് രീതിയിലാണ് ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് മകൻ തിരിച്ചു ചോദിക്കുന്നത്. ഇത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയെ താൻ എങ്ങനെയാണ് പേടിപ്പിക്കുക? താൻ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളാണോ? ഭീഷണിപ്പെടുന്ന ആളാണോ ഇദ്ദേഹം എന്നുള്ളതടക്കം ഈ മകൻ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വരുമ്പോഴാണ് ഇന്ന് പോലീസ് കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇനി വരേണ്ടത് അടുത്തത് ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ചാണ്. അത് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഏതൊക്കെ കേസുകളാണ് ഇത് വിജിലൻസ് എടുക്കുക എന്നുള്ളത് കൂടി നമുക്ക് അറിയാൻ കഴിയുക. ഇന്ന് അതുപോലെ തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമ്പലവയൽ സ്വദേശി ഷാജിയുടെ പേരിലാണ് ഈ പരാതി വന്നിരിക്കുന്നത്. അതായത് DCC മുൻ ട്രഷറർ KK ഗോപിനാഥ്, CT ചന്ദ്രൻ, KM വർഗീസ് എന്നിവർക്കെതിരെയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത്. മകന് ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് കേസ്. അത്തരത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും 2 നേതാക്കൾക്കെതിരെ കേസ് വന്നിരിക്കുന്നു. ഇതെല്ലാം ജില്ലാ മണ്ഡല നേതാക്കളാണ്. സാധാരണ പ്രവർത്തകർ മാത്രമല്ല, ജില്ലാ മണ്ഡല നേതാക്കൾ അടക്കം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ IC ബാലകൃഷ്ണൻ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ KPCC അടക്കം ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ വസ്തുത. അങ്ങനെ ഈ കുടുംബാംഗങ്ങളുടെ ഈ പരാതി, അല്ലെങ്കിൽ ഈ ആത്മഹത്യക്ക് മുമ്പ് ഈ ട്രഷറർ അയച്ച കത്ത് ഒന്ന് വായിച്ചു നോക്കാൻ പോലും KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ തയ്യാറായിട്ടില്ല എന്ന് തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയം മാധ്യമ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുതൽ ആരോപണമായി ഉയർന്നു കേട്ടിരുന്നു. അതിൽ വസ്തുതയുണ്ടാകുമോ അർജുൻ? അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷന്റെ വാക്കുകൾ കൂടി നമ്മൾ കേട്ടതാണല്ലോ. ഇത് വയനാട്ടിലേത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യം എന്ന മട്ടിൽ അദ്ദേഹം നിസ്സാരമായി കളഞ്ഞിരുന്നു. അത്തരത്തിൽ തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. KPCC പ്രസിഡന്റ് K സുധാകരനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി 2 ദിവസം മുമ്പ്. അതായത് ഇത്തരത്തിലുള്ള ഒരു കത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് ആത്മഹത്യാക്കുറിപ്പ് എന്നുള്ള നിലയ്ക്ക് അത് കിട്ടിയിരുന്നല്ലോ, അത് എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അറിയില്ല, എന്റെ കയ്യിൽ കിട്ടിയിരുന്നു, ഞാനത് വീട്ടിൽ വെച്ചിട്ടുണ്ട്, അത് പോയിട്ട് വേണം നോക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നൽകിയത്. യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, കാരണം ഇത്രയും
പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കത്തയക്കുമ്പോൾ അതുപോലും തിരിഞ്ഞു നോക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നത് അതും ഒരു കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ കത്തൊന്ന് വായിച്ചു നോക്കുക പോലും ചെയ്യാത്തത്. അത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ, ഈ വയനാട്ടിലെ കോൺഗ്രസിന്റെ ചില ആളുകൾക്കിടയിൽ, കോൺഗ്രസിന്റെ പ്രവർത്തകർക്കിടയിൽ വലിയ രോഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്, വലിയ വിഷമത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അർജുൻ തുടരുക.